സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ ആശയസമ്പന്നമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മതനിഷേധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ ആളുകൾ പറയാറുള്ള ഒരു ധാരണ, മതനിഷേധികളുടെ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും കണ്ട് പേടിച്ചു പോയോ എന്നാണ് സാധാരണ ചോദിക്കാറ്. സത്യത്തിൽ മതനിഷേധം എന്നത് മതത്തിനോളം തന്നെ പഴക്കമുള്ളൊരു കാര്യമാണ്. ലോകത്ത് പ്രവാചകന്മാർ എന്തെല്ലാം ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ അവർക്കെതിരെ ശക്തമായി പടനയിച്ചുകൊണ്ട് ഒരെതിർ മുന്നണി എന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനം ലോകത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ ഒരു അവസരമായി കാണുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. എന്തുകൊണ്ടാണ് മതനിഷേധത്തിനെതിരെ അല്ലെങ്കിൽ മതനിഷേധികൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾക്കും ആശയങ്ങൾക്കും എതിരെ പറയുന്നതിൽ അടിസ്ഥാനപരമായി രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തൊരു കാര്യത്തിനൊക്കെ മറുപടി ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ എന്തെല്ലാം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവോ അതൊക്കെ ഒരു വെല്ലുവിളിയോടുകൂടെ തന്നെ മറുപടി പറയാൻ പറ്റുന്ന അത്രയും ആധികാരികവും പ്രാമാണികവും യുക്തിഭദ്രവുമാണ് നാം വിശ്വസിക്കുന്ന ഈ മതം എന്നതാണ് ആത്മധൈര്യത്തോടുകൂടെ ഈ വസ്വാസുകളെ, ഈ ആശയക്കുഴപ്പങ്ങളെ നേരിടുവാനുള്ള ശക്തി. അപ്പോൾ ഇത്തരം പരിപാടികളും മറുപടികളും ആശയപ്രചാരണങ്ങളും നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മതനിഷേധികളുണ്ടാക്കുന്ന കോലാഹലങ്ങളെ കൊണ്ട് ഭയപ്പെട്ടു പോയി എന്നുള്ളതല്ല. അവരുണ്ടാക്കുന്ന എല്ലാ ആശയഗതികളെയും അതിശക്തമായി നേരിടുവാനുള്ള ആശയപരമായ ശക്തി ഇസ്ലാമിൻ്റെ ആദർശങ്ങൾക്കുണ്ട് എന്നതാണ് ഈ പരിപാടികൾ വിളിച്ചോതുന്ന ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം എന്നുള്ളത്, എന്തെല്ലാം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുവോ അതിനെ ദൂരീകരിച്ച് കൊടുക്കുമ്പോഴാണ് മതവിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാം ഏറ്റവും ശക്തമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ദീപ്തിയും അതിൻ്റെ പ്രകാശമാനതയും അതിൻ്റെ വെളിച്ചമൊക്കെ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഒരാൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി പറയുമ്പോഴാണ് ഇത്ര വ്യക്തതയുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ ആദർശം, ഇസ്ലാമിൻ്റെ ആശയം എന്ന ആളുകൾക്ക് മനസ്സിലാകുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആദർശങ്ങളുടെ വ്യക്തത വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാനുള്ള ഏറ്റവും നല്ലൊരു ചർച്ചാ വിഷയം മതത്തിനെതിരെ ഉന്നയിക്കുന്ന ആശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിനെ വ്യക്തത വരുത്തുവാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. കാരണം അതൊരു വലിയ പ്രകാശമാണ്. യുരീദൂന യുത്ഫിഉ നൂർ അല്ലാഹി ബി അഫ്വാഹി. ആക്ഷേപങ്ങളും ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ വലിയ വെളിച്ചത്തെ, ഈ സൂര്യനെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രോജ്വലമായി തെളിഞ്ഞു നിൽക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ ഇത്തരം പരിപാടികളെ കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഈ നമ്മളിവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളൊക്കെ വിശദമായിട്ട് സുഹൃത്ത് അബ്ദുള്ള ബാസിൽ ഇവിടെ പറയും. ഒരാമുഖം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഞാൻ പറഞ്ഞതുപോലെയുള്ള ചില വ്യക്തതകൾ നമുക്ക് ലഭിക്കുവാൻ പ്രയോജനപ്പെടുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ മഹത്വത്തോടും കൂടെ ജനസമൂഹത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ യാതൊരു മടിയും കൂടാതെ പറയുന്ന ഒരു കാര്യമാണ് പ്രവാചകന് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതാവസാനം വരെയും എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ പെട്ട ചില ആളുകളൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രവാചകൻ ഒരു അക്ഷരജ്ഞാനിയായിരുന്നു, അക്ഷരങ്ങൾ അറിയുന്ന, കൂട്ടി വായിക്കാൻ അറിയുന്ന, വായിച്ച ഒരാളായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഗവേഷണങ്ങൾ നടത്തി പാടുപെടാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ആര് പാടുപെട്ടാലും അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. വിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂറത്ത് അങ്കബൂത്തിലെ
48-ാമത്തെ വചനത്തിൽ പറയുന്നൊരു വചനമാണ് ഞാൻ ഓതി വെച്ചത്. വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്. നീ മുമ്പ് ഒരു ഗ്രന്ഥവും വായിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരു ഗ്രന്ഥവും നീ പാരായണം ചെയ്തിട്ടില്ല, വായിച്ചിട്ടില്ല. ഒരു പുസ്തകം പോലും വായിക്കാത്തവനാണ് പ്രവാചകൻ എന്ന് ഖുർആന് പറയാൻ ഒരു മടിയില്ല. വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒന്നും വേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായി പരിഭാഷപ്പെടുത്തിയാൽ മാത്രം മതി. വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്. അവിടെ നിർത്തിയില്ല. വലാ തഖുത്തൂ ബിയമീനിക്. നിന്റെ വലത് കൈ കൊണ്ട് നീ ഒന്നും എഴുതിയിട്ടുമില്ല. തൻ്റെ വലത് കൈ കൊണ്ടൊന്നും എഴുതാത്ത, ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്തവനാണ് നമ്മുടെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ മഹത്വം കുറേയല്ല സുഹൃത്തുക്കളെ കൂടെ ചെയ്യണത്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ മതനിഷേധികളും മതത്തെ അറിയാത്തവരൊക്കെ പഠനം തുടങ്ങേണ്ടത്. അവിടെ നിന്നാണ്. എല്ലാറ്റിൻ്റെയും മറുപടി ഈ ഒരാശയത്തിലുണ്ട്. ഇനി അങ്ങനെ പ്രവാചകൻ വല്ല പുസ്തകവും വായിച്ചിരുന്നുവെങ്കിൽ, പ്രവാചകൻ വല്ലതും എഴുതി പഠിച്ചിരുന്നുവെങ്കിൽ, പ്രവാചകൻ തൻ്റെ വലത്തെ കൈ കൊണ്ട് വല്ല അക്ഷരങ്ങളും കുറിച്ചിരുന്നുവെങ്കിൽ ഇദല്ലർതാബൽ മുബ്തിലൂൻ, ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. ഇത് സത്യമാണോ, ഈ മതം സത്യമാണോ, ഇത് പറയുന്നത് ശരിയാണോ എന്ന് അവർക്ക് സംശയിക്കാൻ ഒരവസരമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവസരമുണ്ടാകുന്നത്? ഈ സത്യസന്ധമായ മതത്തിൻ്റെ എന്തെങ്കിലും ഒരാശയം ഒരു പുസ്തകത്തു നിന്നും കോപ്പിയടിച്ചതല്ല. ഖുർആൻ ആകുന്ന ഈ മഹാവേദഗ്രന്ഥത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒരാശയങ്ങളെ പ്രവാചകൻ ഏതെങ്കിലും പാതിരിയെയോ പുരോഹിതനെയോ കണ്ട് കേട്ട് പഠിച്ചിട്ടില്ല. ഒരു പാഠശാലയിലെ ഒരു തത്വജ്ഞാനിയിൽ നിന്നും ഒരു തത്വജ്ഞാനവും സ്വീകരിച്ചിട്ടില്ല. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ പാഠശാലയിലും ഒന്നും പഠിച്ചിട്ടില്ല. ഒരു ശാസ്ത്രജ്ഞനിൽ നിന്നും ഒരറിവും പ്രവാചകൻ വായിച്ചെടുത്തിട്ടില്ല. അങ്ങനെയാണ് പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് 114 അധ്യായമുള്ള ഖുർആൻ ഒന്നാണ് വായിച്ചു നോക്കണം. അങ്ങനത്തെ ഒരാളിലൂടെയാണ് ഈ ഗ്രന്ഥം കിട്ടിയത് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ അതിന് ചില ഉത്തരങ്ങൾ ഉണ്ടതിൽ. അവിടെ നിന്നാണ് നമ്മൾ ചിന്ത ആരംഭിക്കുന്നത്. അതായത് ഇത് മുഴുവനും ആരാ പറഞ്ഞു തരും? ഏതെങ്കിലും മനുഷ്യന്മാർ പറയുന്ന ആശയങ്ങളാണെങ്കിൽ അതിന് വിവാദങ്ങൾക്കും ഖണ്ഡനങ്ങൾക്കും വിമർശനങ്ങൾക്കും അപാകതകൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ ഇത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൻ്റെ വാക്കുകളും ആശയങ്ങളും അല്ലാതെ ഈ ഇസ്ലാം മതത്തിൽ ഒന്നുമില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. ആകാശത്തു നിന്നും വഹി കിട്ടാത്ത ഒരു വർത്തമാനവും ആ പ്രവാചകൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി എന്തെങ്കിലും ഒന്ന് ഈ മതപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രവാചകൻ്റെ വകയായി കൂട്ടിച്ചേർക്കണം എന്ന് പ്രവാചകൻ വിചാരിച്ചാലോ, വലൗ തകവ്വല അലൈനാ ബഅ്ദൽ അകാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. അള്ളാഹു എത്ര വലിയ ഉറപ്പാ തരുന്ന കാര്യങ്ങൾ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹുവിൻ്റെതായ ഒരാശയവും ഇതിലില്ലാന്ന് അള്ളാഹു മാനവരാശിക്ക് ഉറപ്പ് തരുന്നത് എങ്ങനെയെന്നറിയോ? വലൗ തകവ്വല അലൈന ബഅ്ദൽ അകാവിൽ. ഇനി എന്തെങ്കിലും വല്ലതും മുഹമ്മദ് നബി സ്വന്തമായി ഇതിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ കൂട്ടിച്ചേർക്കുന്ന നിമിഷം അല്ല പറയാത്ത വല്ലതും ഇതിൽ കൂട്ടിച്ചേർത്താൽ ആ നിമിഷം ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, എൻ്റെ വലത്തെ കൈ കൊണ്ട് ഞാൻ അവനെ പിടിക്കും. തുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, പ്രവാചകൻ്റെ ജീവനാഡി ഞാൻ അപ്പോൾ മുറിച്ചു കളയുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം ജീവിതം അവസാനിക്കുന്നതാണ്. എന്തെങ്കിലും ഒന്ന് സ്വന്തം വക ഈ ഖുർആനിൽ കൂട്ടിച്ചേർത്താൽ അവിടെ പ്രവാചകൻ്റെ ജീവിതം അള്ളാഹു അവസാനിപ്പിക്കുന്നതാണ്. ഇതിനേക്കാളും വലിയ ഉറപ്പ് എന്താണ് സുഹൃത്തുക്കളെ പറയാൻ? വഇന്നഹു ലഹഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. അത് സത്യമാണ്. ഇത് അള്ളാഹുവിൻ്റെ മതമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും യാതൊരു ശങ്കയുമില്ല എന്നാണ്. അപ്പം എന്തറിയോ, ഇതിനൊന്നും നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. അതായത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റേതാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ പിന്നെ സംശയം ഉണ്ടാവില്ല. അള്ള പറഞ്ഞൊരു കാര്യത്തിൽ ആർക്കാ സംശയം? ഏറ്റവും വലിയ അറിവും ഏറ്റവും അധികം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന സർവജ്ഞാനിയായ സർവശക്തനായ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പടച്ചോൻ അങ്ങനെ പറഞ്ഞു, അന്ന് അങ്ങനെ തന്നെ. ഒരു വിശ്വാസിക്ക് അത്രേ ഉള്ളൂ. അള്ളാഹു അങ്ങനെ പറഞ്ഞു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ബഹുഭാരിത്വം അനുവദിച്ചു, എന്നാൽ അതാണ് അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ ശരി. ഒരു സംശയം. പരലോകം ഉണ്ട് എന്ന് അള്ള പറഞ്ഞു,
എന്നാൽ പരലോകമുണ്ട്, അതാണ് ശരി. അള്ളാഹു പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പ് കിട്ടുമ്പോൾ, പ്രവാചകൻ്റേതല്ല എന്ന് ഉറപ്പ് കിട്ടുമ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായി. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഏറ്റവും അധികം ഇവിടെ മതനിഷേധികൾ സംശയമുണ്ടാക്കുന്നതും പല ആളുകളുടെ മനസ്സിലും സംശയമുള്ള ഒരു കാര്യമാണ് എന്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു. അപ്പോൾ ചില ആൾക്കാരൊക്കെ അത് 18 വയസ്സായിരുന്നു 20 വയസ്സായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു ആവശ്യമില്ല. കാരണം പ്രവാചകൻ ചെയ്തൊരു കാര്യത്തിൽ വിശ്വാസിക്ക് എന്താ സംശയം? പ്രവാചകൻ ചെയ്ത ഒരു കാര്യത്തിൽ വിശ്വാസിക്ക് സംശയമുണ്ടെങ്കിൽ പിന്നെ അവൻ വിശ്വാസിയാവും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യം അതെന്താവട്ടെ, അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് അള്ളാഹുവാണ് തിരുത്തേണ്ടത്. അള്ളാഹു തിരുത്തിയിട്ടില്ലാത്തൊരു കാര്യം പ്രവാചകൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നബി അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രവാചകൻ ചെയ്ത ഒരു കാര്യത്തിൽ പിന്നെ സംശയം ഉണ്ടെങ്കിൽ അവൻ വിശ്വാസിയല്ലല്ലോ. അവൻ വിശ്വാസിയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിലൊരു സംശയം, അള്ളാഹു പറഞ്ഞതിലൊരു സംശയം ഒരു വിശ്വാസിക്ക് ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്നില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഇതിലൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു ബുദ്ധി ആവശ്യമുള്ളൂ. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. സത്യത്തിൽ ഇന്ന് ഈ പരിപാടി നടക്കുന്ന ദിവസം എങ്ങനെയാണ് ആ പോസ്റ്റ് കിട്ടിയത് ഞാൻ ആലോചിക്കുന്നത്. നിഷ്പക്ഷമായി മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയാൻ പറ്റും. ഒരു അമുസ്ലിം പെൺകുട്ടി അവളുടെ ഫോട്ടോ വെച്ച അവളുടെ അഡ്രസ്സുള്ള ഫേസ്ബുക്കിൽ ഓതൻറ്റിക്കായി പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് ഞാൻ വഴി വായിക്കുന്നത്. ഇസ്ലാം എനിക്കിഷ്ടപ്പെട്ട മതം എന്നിട്ട് പറയുന്ന വാക്ക് നോക്കുന്നു. നമ്മുടെ ഇസ്ലാമിക വിമർശനങ്ങൾ ചെയ്യുന്ന ആളുകൾ അത്രമാത്രം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്ന് പറയാൻ നമുക്കത് പറ്റും. അങ്ങനെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത, സത്യമല്ലാത്ത, ശരിയല്ലാത്തൊരു മതമാണ് ഇസ്ലാം എന്ന് നിഷ്പക്ഷമായി നോക്കി ഒരാൾ പറയില്ല. ആ പെൺകുട്ടി പറയണ നോക്ക് നിങ്ങൾ, മദ്യപിക്കുന്നവർ അവരിൽ വളരെ കുറവ്, ലോട്ടറി എടുക്കുന്നവർ അവരിൽ വളരെ കുറവ്, പലിശ അവരിൽ വളരെ കുറവ്, മാന്യമായി വസ്ത്രം ധരിക്കുന്നത് അവരുടെ പെൺകുട്ടികളാണ്. അവർ രാമനെയോ ക്രിസ്തുവിനെയോ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൽ ഒരു ബാർ പോലും അവരുടെ പേരിലില്ല. വ്യഭിചരിക്കുന്നവരിൽ അവർ വളരെ കുറവ്, ആത്മഹത്യ അവരിൽ വളരെ കുറവ്, ദാനധർമ്മങ്ങളിൽ അവരാണ് മുമ്പിൽ, വൃദ്ധസദനങ്ങളിൽ അവർ വളരെ കുറവ്, കുടുംബബന്ധം കാത്തു സൂക്ഷിക്കുന്നത് അവരാണ്. ഞാനൊരു അറബ് നാട്ടിലാണ് ജീവിക്കുന്നത്, ഒരു വർഗീയതയും ഇല്ല, സ്വസ്ഥം സമാധാനമായി ജീവിക്കുന്നു എന്നാണ്. വളരെ ഒരു യുവതിയായ ഒരു പെൺകുട്ടി അവളുടെ ഫേസ്ബുക്കിൽ ഞാൻ ഇന്ന് വായിച്ച സാധനമാണ് ഈ പറയുന്നത്. നിഷ്പക്ഷമായി ഒരു ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഇത്രേ ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞ വലിയ പ്രഭാഷണങ്ങളും വലിയ പ്രസംഗങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വിശ്വാസങ്ങൾ, ആ വിശ്വാസം നമ്മുടെ ജീവനാണ് സുഹൃത്തുക്കൾ. വെള്ളം, വായു, വെളിച്ചം, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവൻ എത്രമാത്രം അത്യന്താപേക്ഷിതമാണോ അതിലേറെ അത്യന്താപേക്ഷിതമാണ് ഈ മതം. അങ്ങനെയാണ് നമ്മൾ മതത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മതത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതിൻ്റെ തെളിവ് നമുക്കാർക്കും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സ് തട്ടി ചോദിച്ച കാര്യം പടച്ചോനാണ് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടാൻ അവന് വേറെ തെളിവൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് ഒരനിവാര്യതയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത് ഒരു അനിവാര്യതയാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു വിഷയം സുഹൃത്തുക്കളെ, അതെന്നെക്കൊണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. വെറുതെ ചാവി എടുത്ത് കാറ് കയറി പോയാൽ ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചോടത്ത് എത്തും എന്ന് പറയാൻ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ധൈര്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം, എന്തിന് നമ്മൾ ശ്വസിക്കുന്ന ഈ ഒരു ശ്വാസോച്ഛ്വാസം അടുത്ത സെക്കൻഡിൽ നടക്കുമെന്നതിന് നമുക്കൊരു ഗ്യാരണ്ടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇത് മനുഷ്യന് നിത്യജീവിതത്തിൽ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താ അറിയോ, ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ, നിർഭയത്വത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ, രോഗത്തെ പേടിക്കാതെ, അപകടങ്ങളെ പേടിക്കാതെ, ദുരന്തങ്ങളെ പേടിക്കാതെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ നിർഭയത്വം എങ്ങനെ സാധ്യമാകും? എനിക്കൊരു ബുദ്ധിമുട്ടും വരില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക് സാധിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നിർഭയത്വത്തോടെ ജീവിക്കാൻ പറ്റും.
ഒരു പക്ഷി, ആ പക്ഷി ഒരു ഉണങ്ങി ദ്രവിച്ച കൊമ്പിൽ ഇരിക്കുന്നുണ്ട്. ആ കൊമ്പത് ഇരുന്നാൽ ചിലപ്പോൾ പൊട്ടി വീഴും. പക്ഷെ അതിന് പേടില്ല. എന്താ പേടില്ലാത്തവരങ്ങൾ? കൊമ്പ് പൊട്ടി വീണാലും എന്ത് ചെയ്യും? അതിന് പറക്കാൻ കഴിയും. അതുകൊണ്ടത് വീണ് പോവില്ല. കൊമ്പ് പൊട്ടി വീണാലും അതിന് പറക്കാൻ കഴിയും. പറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് അതിനേത് നുരുമ്പിച്ച കൊമ്പിലും അതിന് ഇരിക്കാൻ പറ്റും. അത് ഭൗതികമായ അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന്, എനിക്കൊന്നും വരില്ലെന്ന്, അതിനുള്ള എല്ലാ കഴിവും എനിക്കുണ്ടെന്ന് പറയാൻ പറ്റും? നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടർ പോലും പറയണത് മരുന്ന് കുടിച്ചു നോക്കി, ചികിത്സിച്ച് നോക്കി, വിശ്രമിച്ച് നോക്കി, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്ത് നോക്കി എന്നാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ ആർക്കും പറ്റൂല. സുഹൃത്തുക്കളെ, വിശ്വാസികൾ അനുഭവിക്കുന്ന നിർഭയത്വം അതാണ്. കാരണം എല്ലാ നിസ്സഹായതയിലും അവന് തുണയായി, സഹായമായി സർവശക്തനായ, ശക്തികൾക്ക് പരിധിയില്ലാത്ത, ഉറക്കമില്ലാത്ത, ഒന്നിലും അശക്തനാവാത്ത, ആർക്കും തോൽപ്പിക്കാനാവാത്ത, എല്ലാ ശബ്ദങ്ങളെയും കേൾക്കുന്ന, എല്ലാ ഭാഷകളെയും മനസ്സിലാകുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച ഒരു സർവശക്തൻ എനിക്കു രക്ഷകനായി ഉണ്ട് എന്നതാണ് ദൈവവിശ്വാസം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, ആ വിശ്വാസം ശിർക്ക് കലരാത്ത, ബഹുദൈവത്വം കലരാത്ത, തിന്മ കലരാത്ത ഒരു വിശ്വാസമാണെങ്കിൽ ഉലൈക ലഹുമുൽ അംന്, അവൻ നിർഭയനാണ്. അത് വിശ്വാസിക്ക് മാത്രമുള്ളതാണ് ആ നിർഭയത്വം. അപ്പോൾ ദൈവവിശ്വാസം എന്നത് ഒരു അനിവാര്യതയാണ്. ആ വിശ്വാസമില്ലാതെ ഒരു മനുഷ്യന് ഇവിടെ നിലനിൽക്കുക സാധ്യമല്ല നിർഭയത്വത്തോടു കൂടെ. അപ്പം അത് അത്രയും അനിവാര്യമായി. ഏത് വിഷയം? ഈ പരലോകം എടുത്ത് നോക്ക് നിങ്ങൾ. പരലോക വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ അറിയോ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ പൂർണ്ണമായ ഒരു നീതി കിട്ടാൻ. നീതി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജന്മന അന്ധന്മാരായ ആൾക്കാരുണ്ട്. ജനിക്കുമ്പോൾ തന്നെ കണ്ണ് കാണാത്ത ആൾക്കാർ, അവരൊന്നും കണ്ടിട്ടില്ല, മരിക്കുന്നത് വരെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും ഇത്ര കണ്ണ് നിറഞ്ഞ് കാഴ്ചകൾ കണ്ട അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ആ കണ്ണ് കാണാത്ത ഒരു മനുഷ്യനുണ്ട്. ആ കണ്ണ് കാണാതെ ജീവിച്ച ആ മനുഷ്യന് കാഴ്ചയുണ്ടായില്ല എന്നുള്ള ആ ഒരവസ്ഥക്കൊരു നീതി വേണ്ടേ സുഹൃത്തുക്കളെ? അപ്പോൾ അയാൾ കാഴ്ചയോടുകൂടി ഇനി ഒരിക്കൽ കൂടെ ജീവിക്കും. അതാ പരലോകം. അയാൾ കാഴ്ചയോടുകൂടെ ഇനി ഒരിക്കൽ കൂടെ ജീവിക്കും. അതാണ് പരലോകം എന്ന് പറഞ്ഞത്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ അസമത്വങ്ങളെയും ഒരു പരീക്ഷണമായിട്ട് ഖുർആൻ പറയുന്നു. അതങ്ങനെ തന്നെ പറഞ്ഞു. അതൊരു വ്യാഖ്യാനമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും മരിക്കും, എന്നിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം തരുന്നത് എപ്പോഴാണ്? മരണശേഷം. അതിനുശേഷമുള്ള തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും. അതിൻ്റെ അർത്ഥം അതാണ്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളെ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. പക്ഷേ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും ആ പരീക്ഷണങ്ങൾക്കൊക്കെ പകരമായി മരണത്തിനപ്പുറത്ത് നീതിപൂർവകമായ പ്രതിഫലം തരും എന്നാ പറയണം. മരിച്ചിട്ടൊരു പ്രതിഫലത്തിന് ഒരു അവസരമില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ ഭൂമിയിൽ നമുക്കാർക്കും ഒരു പൂർണ്ണമായ സമാധാനവും സന്തോഷവും പ്രതീക്ഷയും കണ്ടെത്താൻ പറ്റും. എത്രമാത്രമെന്ന് വെച്ചാൽ, ഒരു കുട്ടി നമുക്ക് മരിച്ചു പോയാൽ ആ കുട്ടിയെ നമ്മൾ പുനഃസംഗമിക്കും, അല്ലെങ്കിൽ മരിച്ചുപോയ ഉമ്മനെ നമ്മൾ കാണും എന്ന പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ എത്ര ഉന്നതമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ പരലോകം എന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നത്, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ മാനസികമായ നിലനിൽപ്പിനും അസ്തിത്വത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നാണ്. പിന്നെ ഇതിനോടൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ വിമർശനങ്ങളും എതിർപ്പും ഉന്നയിച്ച് അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത് എന്തുകൊണ്ട്? അതിനൊന്നും വലിയ ഉത്തരം തേടി നമ്മൾ അലയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ കുട്ടികളോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വായിക്കുമോനെ, പഠിക്കുമോനെ, പരീക്ഷ വന്നിട്ടില്ലേ, എന്തൊക്കെ പറയലുണ്ട്. കളിക്കുമ്പോൾ അങ്ങനെ ഓടല്ല മോനെ, അവിടെ ചാടല്ല മോനെ, എന്തൊക്കെ പറയില്ല നമ്മൾ കുട്ടികളോട്. കുട്ടികളെ വല്ലതും കേൾക്കലുണ്ടോ? വളരെ അപൂർവ കുട്ടികൾ കേൾക്കും. എന്താ കേൾക്കാത്തത്? നമുക്ക് ഉറപ്പല്ലേ 100% ആ കുട്ടിക്ക് ഗുണമുള്ള കാര്യമാണ് നമ്മൾ പറയണത്, 100% നമുക്ക് ഉറപ്പാണ്. പിന്നെ എന്താ കുട്ടി കേൾക്കാത്തത്?
ആ കുട്ടിക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അവൻ്റെ ചില ദേഹേച്ഛകളുണ്ട്. അവന് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളെക്കാളും പ്രധാനം അവൻ്റെ കളിയാണ്, അവൻ്റെ തമാശകളാണ്, അവൻ്റെ വിനോദങ്ങളാണ്, അവൻ്റെ കളിപ്പാട്ടമാണ്, അവൻ്റെ സൈക്കിളാണ്, അവൻ്റെ ഗെയിമാണ്. അതാണ് അവൻ ഏറ്റവും പ്രധാനം. നമ്മൾ പറയുന്നത് പ്രസക്തമല്ലാഞ്ഞിട്ടോ അതവൻ്റെ ഉപകാരത്തിന് വേണ്ടി അല്ലാഞ്ഞിട്ടോ അത് സ്വീകരിച്ചില്ലെങ്കിൽ അപകടം പറ്റുമെന്ന് എന്നതിനെ എതിർത്തിട്ടോ ഒന്നുമല്ല. അവനിഷ്ടം ഇത്ര തന്നെയുള്ള ഈ മതനിഷേധികൾക്കും ഈ നിസ്കരിക്കുക, ദീനനുസരിച്ച് ജീവിക്കുക, ലഹരി ഉപേക്ഷിക്കുക, വ്യഭിചാരം ഉപേക്ഷിക്കുക, ഇതൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിലൊക്കെ നിലനിൽക്കാൻ വേണ്ടി ചില ന്യായങ്ങൾ കണ്ടെത്തുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു മനുഷ്യത്വവും യാതൊരു നന്മയും ഈ കാര്യത്തിലില്ല. അത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ മതനിഷേധം പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപൃതരാകുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു നല്ല ലക്ഷ്യമില്ല. കാരണം ഇതൊരു നല്ല ലക്ഷ്യമുണ്ട് എന്ന് ഇതുവരെ പരിശോധിച്ച് നമുക്ക് മനസ്സിലായിട്ട്, ഞാൻ എന്തെങ്കിലും നന്മയോ മനുഷ്യത്വമോ അവിടെയൊക്കെ മനസ്സിൽ ഇല്ല എന്ന് പൂർണ്ണമായി എനിക്ക് ബോധ്യപ്പെട്ടൊരു സമയമാണ് UAE-യിലെ 4 കുട്ടികൾ മരണപ്പെട്ട സമയത്ത് അതുമായി വന്ന പോസ്റ്റുകൾക്കടിയിൽ ഈ മതനിഷേധികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ശാന്തമായി നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞത് ആ മരണപ്പെട്ട ആൾ കുട്ടികളെ മറവ് ചെയ്യുന്ന പള്ളിയുടെ അടുക്കൽ വന്നിട്ട് ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ അടയാളങ്ങളോട് കൂടെ അയാൾ ഇരുന്നിട്ട് ഈ കുട്ടികളെ മറവ് ചെയ്യണം ഇങ്ങനെ കാണുക. ആ ആളുകളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ആളുകളിട്ട പോസ്റ്റിന് താഴെ വന്നിട്ട് അവർ സമാധാനം അടയുന്നത് ദൈവം പടച്ചുണ്ടല്ലോ, മരിച്ച കുട്ടികൾ സ്വർഗത്തിലെത്തും, ആ കുട്ടികളെ നമ്മൾ ഒന്നിച്ച് സ്വർഗത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്ന പോസ്റ്റിന് താഴെ വന്നിട്ട് അവർ സമാധാനം കണ്ടെത്തുന്ന ആ ദൈവത്തെ ചോദ്യം ചെയ്യുകയും അങ്ങനെ ഒരു ദൈവമൊന്നുമില്ല, അങ്ങനെ ഒരു ദൈവം കാരുണ്യമുള്ള ദൈവം ഉണ്ടെങ്കിൽ കുട്ടികൾ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്ത് മനുഷ്യത്വമാണുള്ള സുഹൃത്തുക്കൾ. അല്പം മിണ്ടാതിരിക്കാം. ഒരു വ്യക്തിക്ക് ദൈവം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ പടച്ചുകൊണ്ട് പരലോകൊണ്ട് വിചാരിച്ച് അയാൾ സമാധാനിച്ചിരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ വിചാരിച്ചൂടെ? ഇനിയിപ്പോൾ അതൊരു അന്ധവിശ്വാസം ആയിക്കോട്ടെ, അയാൾക്ക് സമാധാനം കിട്ടുകയാണെങ്കിൽ അത് അയാൾ വിശ്വസിച്ചോട്ടെ എന്ന് വിചാരിക്കാനുള്ള ഒരു മനുഷ്യത്വം അല്ലേ? തൽക്കാലം ഈ കുട്ടികൾ മരിച്ചതിൻ്റെ ദുഃഖത്തിലിരിക്കുമ്പോൾ ഈ വിശ്വാസികളായ ആളുകൾ പറഞ്ഞു കൊടുക്കണം, വല്ല ആയത്തോ ഹദീസും കേട്ട് അയാൾക്ക് വല്ല സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഒന്ന് മിണ്ടാതിരിക്കാൻ, ഒന്ന് മൗനം ദീക്ഷിക്കാൻ. അതിൻ്റെ അടിയിൽ വന്ന് ഇത്രയും വൃത്തികെട്ട കമൻറ്റുകൾ എഴുതാൻ പറ്റുന്നവർക്ക് എന്തെങ്കിലും മനുഷ്യത്വം ഉണ്ടായിട്ടോ നന്മ ആഗ്രഹിച്ചിട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സിന് ഉള്ളിൽ ഒരു മനുഷ്യത്വമോ നന്മയോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം സത്യത്തിൽ എന്തെങ്കിലും ഒരു സതുദ്ദേശം ഇത്തരം പ്രബോധനങ്ങൾക്ക് പിന്നിൽ ഇല്ല എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം മതനിഷേധങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നന്മ, ഏത് കൂട്ടായ്മയ്ക്കും ഏത് പ്രചാരണങ്ങൾക്കും ഏത് ആശയങ്ങളുടെ പ്രചാരണങ്ങൾക്കും ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു നല്ല ലക്ഷ്യം എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ പിന്നിലില്ല എന്നുള്ളത് അവിടെ തന്നെ പ്രചാരണങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും എന്നാണ് ഞാൻ പറഞ്ഞൊരു ചുരുക്കം. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിച്ച് പറയാനുള്ള കാര്യം ഏത് വിഷയങ്ങളെക്കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആനോടും ഇസ്ലാമിനോടുമൊക്കെയുള്ള ബഹുമാനവും ആദരവും നമുക്ക് കൂടുതൽ വർദ്ധിക്കുകയുള്ളൂ. അതായത് ഇതിൻ്റെ ഒരു ദീനിയായി ജീവിക്കുന്നതിൻ്റെ, ഒരു മതപരമായി ജീവിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അത് ആരാണോ അനുഷ്ഠിക്കുന്നത് ആ വ്യക്തിക്കാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഗുണത്തിന് വേണ്ടിയാണ്. ഇന്ന അഹ്സൻതും അഹ്സൻതുൽ ലിഅൻഫുസിക്കും വമനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി. നമുക്ക് വേണ്ടിയാണ്. നമ്മൾ എത്രമാത്രം മതത്തിൻ്റെ നിയമങ്ങളെ സൂക്ഷ്മതയോടുകൂടെ പാലിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകുന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഒരു ലിബറലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ആ ഒരു വ്യത്യാസം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇത്തരം പ്രചാരണങ്ങളിലൂടെ സാധ്യമായിട്ടു. നിരന്തരമായ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അത് ചെറിയ സ്വാധീനങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാക്കും. അത്തരം ഒരു ലിബറൽ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നിടത്ത് നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും, ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസമല്ല. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ആണിന് ആണിൻ്റേതായ പ്രത്യേകത, പെണ്ണിന് പെണ്ണിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഏതൊരു വ്യക്തിക്കും അറിയുന്ന അത്തരം വ്യത്യാസങ്ങളെ പറഞ്ഞ് എന്ത് ചെയ്യാണ്,
ആളുകളുടെ മനസ്സിൽ അതിനെതിരായ ചില ബോധങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു പെൺകുട്ടി അവൾ വീട്ടിൽ നിന്നൊന്ന് പിണങ്ങിയതാണ്. വീട്ടിൽ നിന്ന് പിണങ്ങി അവൾ എന്ത് ചെയ്തു, നേരെ അവൾ പോയി ഏകദേശം 10, 70, 80 കിലോമീറ്റർ അപ്പുറത്തേക്ക് ബസ് കയറിയിട്ട് ഒറ്റയ്ക്കാണ് പോയി. ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്, കോഴിക്കോട് കടപ്പുറത്താണ്. കോഴിക്കോട് കടപ്പുറത്ത് എത്തിയിട്ട് അവൾക്ക് ഭക്ഷണം വേണം, താമസിക്കാൻ സ്ഥലം വേണം. 16 വയസ്സേ അവൾക്കുള്ളൂ. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അപ്പോൾ അവൾക്ക് എന്താണ് ആ പോകാനുള്ള ധൈര്യം? ഒരു 16 വയസ്സായ ഒരു പെൺകുട്ടിനെ പോകാൻ, ഈ മതനിഷേധത്തിൻ്റെ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ പറയും, എന്താണ് ഇതിൻ്റെ ധൈര്യം? ഒരു 16 വയസ്സായ ഒരു ആൺകുട്ടിക്ക് ബസ് കയറി കോഴിക്കോട്ടേക്ക് പോകാൻ കിട്ടുന്ന അതേ ധൈര്യം ആ പെൺകുട്ടിക്കും കിട്ടുന്നു. അതാണ് ഇന്ന് സാമൂഹിക ബോധവൽക്കരണങ്ങൾ. ഒരു പെൺകുട്ടി പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതെന്തിനാ? അവളുടെ സ്വാതന്ത്ര്യം ഹരിക്കാനല്ല, അവളുടെ സുരക്ഷിതത്വത്തിനാണ്. ആങ്ങളെയോ വാപ്പയോ ഭർത്താവോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ, രാത്രിയിലും അസമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഒരു മതനിർദ്ദേശമാണ്. ആ മതനിർദ്ദേശം അവളുടെ മനസ്സിൽ നിന്ന് പോയത് എന്തുകൊണ്ടാണ്? ഒരു ആൺകുട്ടിയെപ്പോലെ തന്നെ ഞാനും എന്ന് തോന്നുമ്പോൾ അവൾ കയറുകയാണ്. എന്നിട്ട് അവൾ ചെന്നിട്ട് ഒരു ഫാമിലിയോട് പോലെയല്ല സഹായം ചോദിക്കുന്നത്. അവിടെ മയക്കുമരുന്ന് വിൽക്കുന്ന മാഫിയയിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെയാണ് അവൾ പോയിട്ട് സഹായം ചോദിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം, ഭക്ഷണം തരാം, താമസിക്കാൻ സൗകര്യം തരാം, ഒക്കെ തരാമെന്ന് ഓഫർ ചെയ്യും. എന്നിട്ട് അവർ വിൽക്കുകയാണ്. പൈസ വാങ്ങിയിട്ട് 4000, 5000 വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, അവർ ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് രാത്രി പീഡിപ്പിച്ചിട്ട് പകൽ വിടുകയാണ്. എങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? പോണ സമയത്ത് ആ കുട്ടി എന്ത് ചെയ്തു, ആ കുട്ടിക്ക് ആ കൂട്ടത്തിലുള്ള ഒരു നമ്പർ കൊടുത്തു. ആ നമ്പറിലാണ് പോലീസ് സെർച്ച് ചെയ്ത് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, ഇത്തരം ചിന്താഗതികൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയണം. ബോധവൽക്കരണങ്ങളും ഇത്തരം പ്രചാരണങ്ങളും എവിടേക്ക് എത്തിക്കുമെന്ന് നമ്മൾ, മതം സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. മതപരമായ എല്ലാ നിയമങ്ങളും ആ വ്യക്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ്റെ സമ്പത്തിൻ്റെ സുരക്ഷ, അഭിമാനത്തിൻ്റെ സുരക്ഷ, ജീവൻ്റെ സുരക്ഷ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും. അത് പാലിച്ചാൽ അതിൻ്റെ ഗുണം നമുക്കാണ്. അപ്പോൾ മതപരമായ തത്വങ്ങളും നിയമങ്ങളും ഈ സമൂഹത്തിനും വ്യക്തിക്കും എല്ലാം ഗുണം ലഭിക്കുന്നതാണ്. ഇവിടെ സാമൂഹികമായി ജീവിക്കുമ്പോൾ സൗഹാർദ്ദപരമായി ജീവിക്കാൻ, പിന്നെ മാനവികമായ മാനുഷികമായ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകാൻ എല്ലാറ്റിനും മതപരമായ നിയമങ്ങളും തത്വങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ഇവിടെ വിശദമായിട്ടുള്ള വിഷയാവതരണങ്ങൾ നടക്കാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും മറ്റുള്ളവർക്ക് അവർ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്കൊരു ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ആ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ. പലപ്പോഴും നമ്മൾ ഈ കേൾക്കുന്ന സംശയമൊക്കെ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് അതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്കറിയണം. അതുകൊണ്ട് വളരെ കൃത്യമായി നിങ്ങൾ ഈ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയും അതിലെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുകയും നമ്മളതിൻ്റെ മറുപടികൾ കണ്ടെത്തുകയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയും അതിൻ്റെ പ്രാമാണികതയും സത്യതയും മനസ്സിലാക്കുന്നതോടൊപ്പം ഈ സത്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുള്ള ഒരു കരുത്തും അതേപോലെ തന്നെ ആശയവും ലഭിക്കുന്നതാണ് ഇത്തരം പരിപാടികൾ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ ഒരു പരിപാടി നമ്മൾ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി സംഘടിപ്പിച്ചു അതിൻ്റെ പൂർണ്ണതയിലെത്താൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. കൂടുതൽ അറിവ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമെന്ന നിലയ്ക്ക് നമ്മുടെ ചില ആളുകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ, ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ നല്ല ഉദ്ദേശങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ രോഗങ്ങളെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ